ഇവയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും വെൽക്കം ചെയ്യുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു. കുഞ്ഞുങ്ങളൊക്കെ ജോയിൻ ചെയ്തതിന് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ സെഷൻ ഒരു സ്പെഷ്യൽ സെഷനായിട്ട് മാറട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ സെഷൻ യുവായിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന കുറേ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, യൂട്യൂബിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ കുറേ യങ്സ്റ്റേഴ്സിനൊരു ബ്ലെസ്സിങ്ങായി മാറണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു അസാധാരണ നവീകരണം നമ്മളിരിക്കുന്ന റൂംസിലൊക്കെ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. ഒരു എൻഡ് ടൈം ചർച്ചാണ്, എൻഡ് ടൈം കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം, നമ്മുടെ ജനറേഷൻ. ചരിത്രത്തിലെ അവസാന കാലങ്ങളിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. രണ്ട് എക്സ്ട്രീംസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച അനേക ദൈവമക്കളോട് ഞാനത് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ വീക്കിൽ നമുക്ക് യുവായിക്ക് ടെസ്റ്റ് മണിക്ക് വന്ന ഗ്ലാഡ്സൺ രാജുവിൻ്റെ ടെസ്റ്റ് മണി കേട്ട ശേഷം പലരും എന്നോട് പേഴ്സണലി വിളിച്ചു, മെസ്സേജസ് ഇട്ടു. അവർ പറഞ്ഞു ആ ഗ്ലാഡ്സൻ്റെ സാക്ഷ്യം അവരെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് രണ്ട് എക്സ്ട്രീംസാണ്. രണ്ട് എക്സ്ട്രീംസ് എന്ന് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ലാസ്റ്റ് അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ അല്ലേ, തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ എന്ത് ചെയ്യട്ടെന്ന് അഴുക്കാടട്ടെ. ഇപ്പം രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന്, വിശുദ്ധൻ ഓൾറെഡി നീതിമാൻ, നന്നായിട്ട് ജീവിക്കുന്നതിന് വലിയ കൊതി, എനിക്കിനിയും കൂടുതൽ നന്നായിട്ട് ജീവിക്കണം. കർത്താവിനെ ശരിക്കും അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും തീയുമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രേസാണ്. കൂടുതൽ കർത്താവിനോട് അടുക്കണം, കൂടുതൽ ഹോളിനെസ്സിലേക്ക് വളരണം. അങ്ങനൊരു ഒരു ഒരു അനുഭവമുണ്ട് കേട്ടോ. പാപം ചെയ്യുന്ന ആളുകളെ ഈ പാപത്തിലങ്ങ് വീണ് അതിലങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കത്തില്ലേ? പക്ഷെ അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ നിരാശയും അങ്ങനെയുള്ള ഒരു തരം തകർന്ന അവസ്ഥയൊക്കെയാണ്. പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ അവർക്കത് സന്തോഷമായിട്ട് തോന്നുമ്പോൾ തന്നെ അകത്ത് ഒരു സമാധാനമില്ല, എംപ്റ്റിനെസ്സാണ്. പക്ഷേ വിശുദ്ധിയിൽ അങ്ങോട്ട് വളരുമ്പോൾ ആ വിശുദ്ധിയിൽ കൂടുതൽ വളരണമെന്നൊരു ആഗ്രഹം വരിക മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് ഉള്ളത്തെ നിറച്ച് വലിയ സാറ്റിസ്ഫാക്ഷൻ നൽകി. ഞാൻ ഇന്ന് ഈവനിങ്ങിൽ എന്നെ കാണാൻ വന്ന ഒരു ദൈവദാസനോട് ചോദിച്ചു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് പുതുതായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി മുൻപോട്ട് വരുന്നു. അങ്ങനെ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നത്, പാസ്റ്ററെ എനിക്ക് മിനിസ്ട്രി ചെയ്യണം, നോർത്ത് ഇന്ത്യൻ മിഷൻ വർക്കിന് നടക്കണം. അങ്ങനെ വന്ന ഒരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, നമ്മളൊക്കെ ഈ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? നമുക്ക് എന്താ വേണ്ടത്? കർത്താവിൻ്റെ വേലക്കാരന് എന്താ വേണ്ടത്? അപ്പം അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, വേല ചെയ്യുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. പക്ഷേ അതാ എനിക്ക് വേണ്ടത്. ഞാൻ എക്സാക്ട്ലി ആഗ്രഹിച്ച ഉത്തരവായിരുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കിട്ടുന്നൊരു നിറവുണ്ട് കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അത് കോടിക്കണക്കിന് രൂപ കിട്ടിയാൽ നമുക്ക് കിട്ടത്തില്ല, വലിയ ജോലി കിട്ടിയാൽ കിട്ടത്തില്ല, ഈ ലോകത്തിലെ ഏത് എൻ്റർടൈൻമെൻറ്റ് അനുഭവിച്ചാലും കിട്ടത്തില്ല. അത് അനുഭവിച്ചറിയേണ്ടതാണ്. എക്സാക്റ്റ് ഞാൻ ആഗ്രഹിച്ച ഉത്തരവാണ് ദൈവദാസൻ നൽകിയത്.
ഇതുപോലെ തന്നെ ഈ വിശുദ്ധിയിൽ പിന്നെയും വളരുമ്പോൾ വിശുദ്ധിയുടെ ആ ഒരു നിറവിൽ അനുഭവിക്കുന്ന ഒരു 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 സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നത്, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ. അനീതിമാൻ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയല്ല, നീതി പിന്നെ ചെയ്യാനുള്ളൊരു ഭയങ്കര കൊതി. ഒരു എക്സ്ട്രീമാണ് കേട്ടോ. മറു എക്സ്ട്രീം എന്താണെന്നറിയാം, പാപം ചെയ്യുന്നവർ അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ദൈവദാസനെ ഞാനും കൂടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ പല വീടുകളിലും സംഭവിക്കാവുന്ന ഒരനുഭവം. തൻ്റെ മകൾ വിവാഹപ്രായമായതുകൊണ്ട് വിവാഹാലോചനകളാണ്. അപ്പോൾ ഈ മകൾക്കൊരു നിർബന്ധം, നല്ല ആത്മീകനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടത്തുള്ളൂ. പക്ഷേ ഒത്തിരി കല്യാണാലോചനകൾ വന്നിട്ടും ഈ പെൺകുട്ടി ആ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ ചോദിക്കുന്ന സ്പിരിച്വൽ ക്വസ്റ്റ്യൻസിന് അവർക്ക് ഉത്തരവില്ല. സ്പിരിച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കൽ വേദപുസ്തകത്തിൽ ഏതാണ്ട് ബിബ്ലിക്കൽ ഡിഫിക്കൽട്ടീസ്, നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത എന്തെങ്കിലും കൊടുക്കുന്ന ചോദ്യം. അങ്ങനല്ല, വളരെ സിമ്പിൾ ചോദ്യം. പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് എന്താ അഭിപ്രായം, അന്യഭാഷ പറയുമോ? അല്ലാതെ ബിബ്ലിക്കൽ ഡിഫിക്കൽട്ടീസ് അല്ല കേട്ടോ അവൾ ചോദിക്കുന്ന സ്പിരിച്വൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ പറയൂ, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കതൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ ഓർണമെൻറ്റ്സ് ഇടുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പം പല ചെറുപ്പക്കാരും പറഞ്ഞു, അതൊക്കെ നമ്മുടെ അപ്പച്ചന്മാർക്ക് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, വേണ്ട, ഈ കല്യാണം വേണ്ട. കാരണം അവൾ നിൽക്കുന്നൊരു എക്സ്ട്രീമുണ്ട് കേട്ടോ. ആ എക്സ്ട്രീമിലല്ലാതെ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞല്ലോ 2 എക്സ്ട്രീമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഒന്ന്, അഴുക്കാടുന്നവർ, അധികം അഴുക്കാടുന്നൊരു എക്സ്ട്രീം. മറ്റൊരു ഭാഗത്ത് വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന, യേശുവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ. ഈ 2 എക്സ്ട്രീം. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഒരു എൻഡ് ടൈം ചർച്ചാണ് നമ്മുടെ ചർച്ചെന്ന്, അന്ത്യകാല സഭ. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, യേശു കർത്താവിൻ്റെ അടുക്കൽ പലരും വന്ന് അടയാളങ്ങൾ ചോദിച്ചു. അടയാളങ്ങൾ 3 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചത്, യേശു കർത്താവ് ആലയത്തിൽ നിന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇത് ചെയ്യാൻ അതോറിറ്റി ഉണ്ടോ? എൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ് പറഞ്ഞത്. നിൻ്റെ പിതാവിൻ്റെ ആലയമാണ് ഇതെന്ന് പറയണമെങ്കിൽ ദൈവം നിൻ്റെ പിതാവാണ്. ദൈവം നിൻ്റെ പിതാവാണെന്നുള്ളതിന് എന്താ അടയാളം? ഒരു പ്രാവശ്യം യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. യേശുവിൻ്റെ പുത്രത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പിതാവെന്ന് ഒരാൾ ക്ലെയിം ചെയ്താൽ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലാസ്ഫമിയ. അങ്ങനെ ആർക്കും പറയാനൊക്കത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ യേശുവിൻ്റെ ദൈവത്വമാണ്. ഓരോ വാചകങ്ങളിലും യേശു ദൈവമാണ്, ദൈവപുത്രനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിനോട് ചോദിച്ച ചോദ്യം അവർ ചോദിക്കുക, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അടയാളം അവർ ചോദിക്കുക. ഇതുപോലെ തന്നെ പിന്നെയും ഇവർ അടയാളങ്ങൾ ചോദിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. നിൻ്റെ വരവിന്, ലോകാവസാനത്തിന് എന്താ തെളിവ്, എന്താ അടയാളം? പിന്നെ അടയാളം ചോദിക്കുക. ഇങ്ങനെ അടയാളം ചോദിച്ച പല സന്ദർഭങ്ങളിൽ യേശു ഇവരോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അടയാളമല്ല, യേശു ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ കാലഘട്ടത്തെ ഡിസേൺ ചെയ്യാൻ പരാജയപ്പെടുന്നു. പലപ്പോഴും ഇവരൊന്ന് ചോദിച്ചത് അടയാളമാണെങ്കിൽ, ഒരു പ്രാവശ്യം അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ആകാശത്തിൽ നിന്നൊരു അടയാളം വേണം. ആകാശത്തിൽ നിന്ന്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിക്കും? നിനക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ദേവാലയത്തിൽ കയറിയിട്ട് ചാട്ടവാറുണ്ടാക്കിയിട്ട് എല്ലാവരെയും അടിച്ച് വെളിയിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അപ്പൻ്റെ ആലയമാണ്. യഹൂദന്മാർ ഞെട്ടിപ്പോയി. ആരെയും അപ്പനെന്ന് വിളിച്ചത്? സർവശക്തനായ ദൈവത്തെ. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ദൈവമെന്ന് പോലും വായി വിളിക്കത്തില്ല, അത്രയ്ക്ക് ഭയമാണ്. സ്വർഗം എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. ദൈവമേ കേൾക്കണമെന്ന് പറയാൻ പേടിച്ചിട്ട് സ്വർഗമേ കേൾക്കണേ എന്നാണ് പറയുന്നത്. കാരണം കൽപ്പനയുണ്ടല്ലോ, നിൻ്റെ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്.
അപ്പോൾ കൽപ്പനാലംഘനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം ഒന്ന് വാക്കുപോലും വായിലെടുക്കത്തില്ല. ദൈവം എന്ന് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് സ്വർഗ്ഗം, അതുകൊണ്ട് സ്വർഗ്ഗമേ കേൾക്കണമേ എന്ന് പറയുന്ന യഹൂദന്മാരുടെ മുമ്പിൽ ഒരുത്തൻ വന്നിട്ട് പറയുക, എൻ്റെ പിതാവിൻ്റെ ആലയം. അപ്പോൾ അവർ ചോദിച്ചു, തെളിവ് വേണം. നീ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചെറിയ സ്റ്റേറ്റ്മെൻ്റ് അല്ല. യു ക്ലെയിം ദാറ്റ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അവർക്കറിയാം മശീഹയാണ്. മശീഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു. യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതുപോലെ നമുക്ക് ജനിച്ചിരിക്കുന്ന സന്തതി, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പേര്. ദൈവം, യെശയ്യാ പറയണം അവൻ ദൈവമാണ്. അപ്പോൾ യേശു ക്ലെയിം ചെയ്തത് ദൈവമാണെന്ന് കേട്ടപ്പോൾ, താൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, നീ എന്തടയാളം കാണിച്ചു തരും? യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയാമെന്ന് പറഞ്ഞു. അവിടെ വിശദീകരണങ്ങളുണ്ട്. തൻ്റെ ശരീരമെന്ന മന്ദിരം പൊളിക്കുന്നതിനെക്കുറിച്ച്, ഉയർക്കുന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞത്. 3-ാം നാളിൽ യേശുവിൻ്റെ ഉയർപ്പ് തെളിയിച്ചു. യേശു ആരാണ്? ദൈവപുത്രനാണ്, മശീഹയാണ്. അതൊരു ഭയങ്കര അമേസിങ് റെവലേഷനാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ യേശുവിൻ്റെ അടുക്കൽ വന്ന് അടയാളം ചോദിച്ച ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഈ മെസ്സേജ് വേറെ എങ്ങും ഷെയർ ചെയ്തില്ല. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. അതിൻ്റെ ഒരു അല്പഭാഗം പറയാം, കാരണം എനിക്ക് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ ചോദിച്ചപ്പോൾ യേശുവിൻ്റെ ഉത്തരങ്ങളെല്ലാം എപ്പോഴും ഒട്ടുമുക്കാൽ സമയത്തും യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ആകാശത്തിൻ്റെ നിറം മാറിക്കണ്ടാൽ മഴയുണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങൾ ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ, സയൻസ് കാലഘട്ടത്തെ വിവേചിച്ചാൽ, ചരിത്രത്തെ വിവേചിച്ചാൽ, കാലഘട്ടം എന്ന് പറയുമ്പോൾ ചരിത്രം, ചുറ്റുമുള്ള കാഴ്ചകളെ വിവേചിച്ചാൽ മനസ്സിലാകുമെന്ന് യേശു ആവർത്തിച്ച് പറയുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തെ വിവേചിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, കാലം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് കൂട്ടുകാരെ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതിനകത്ത് ഒരു എക്സ്ട്രീമിലേക്ക്, വിശുദ്ധിയിലേക്ക്, നീതിയിലേക്ക് ഒരു തലമുറയുടെ ഒരു പരിച്ഛേദം വളരുമ്പോൾ മറ്റൊരു കൂട്ടം അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? നിങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കാം. ഈ ജനറേഷൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? നമ്മുടെ ജനറേഷൻ, ഹല്ലേലൂയ, നമ്മുടെ ജനറേഷൻ്റെ പ്രശ്നം എന്താ? താങ്ക് യു ജീസസ്. ഈ ജനറേഷൻ കൗണ്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഡോണാമോൾ എന്നോട് പറഞ്ഞു, ഡാഡി ഏത് ജനറേഷനാണെന്ന് ചോദിച്ചു. ഈ പിള്ളേർക്കുണ്ടല്ലോ ജനറേഷൻ XYZ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാന്ന്. അപ്പോൾ അവൾ പെട്ടെന്ന്, ഈ ജനറേഷനുകൾക്ക് പേര് കൊടുക്കത്തില്ലേ, അവൾ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, ഡാഡി X ജനറേഷനാണെന്ന് പറഞ്ഞു. പിന്നെ Y2K ജനറേഷൻ ഉണ്ടായിരുന്നു, ഇയർ 2000 ജനറേഷൻ ഉണ്ടായിരുന്നു, ഇയർ 2000 ജനറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മില്ലേനിയം ജനറേഷൻ വന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പിള്ളേർ പറയുന്നത് അവർ Z ജനറേഷൻ അല്ലെങ്കിൽ Z ജനറേഷനാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി A to Z വരെ കഴിഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് അവർ Z ജനറേഷൻ. ഇത് ഇറ്റ്സ് എ സെക്കുലർ വ്യൂ. ഇത് പെന്തക്കോസ്തുകാരുണ്ടാക്കിയ കാര്യമല്ല. ഇത് Z ജനറേഷൻ അല്ലെങ്കിൽ Z ജനറേഷനാണെന്ന്. ഇത് സത്യത്തിൽ സെക്കുലർ പിള്ളേർ തന്നെ പറയുകയാണ് ഇത് Z ജനറേഷൻ, ഇതിനപ്പുറം ഒരു അക്ഷരമില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുക. കാലം അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് തലമുറ, ഈ തലമുറയുടെ പ്രത്യേകത എന്താണ്, ഈ തലമുറയുടെ പ്രശ്നം എന്താണ്? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇവിടെ നമുക്ക് നല്ല മോഡൽസ് ഇല്ല, റോൾ മോഡൽസ് ഇല്ല. ഞാൻ പലപ്പോഴും ഈ കാര്യം യുവായിലും മറ്റ് യൗവനക്കാരുടെ വേദിയിലുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ ലാക്കിങ്. ഇവിടെ നമുക്ക് റോൾ മോഡൽസ് ഇല്ല.
അപ്പോൾ ഈ റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കല്ലേ നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ തന്നെയുള്ള ആരെങ്കിലും ഉണ്ടാകണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു മിസ്കൺസെപ്റ്റാണ്. പ്രായം കൂടിയത് കൊണ്ട് ചെറുപ്പക്കാരൊരാളെ ശ്രദ്ധിക്കത്തില്ലെന്നൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. പ്രായം കൂടിയത് കൊണ്ട് ഒരാൾക്ക് റോൾ മോഡലാകാൻ പറ്റത്തില്ലെന്നൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. കാരണം സെക്കുലർ ഫീൽഡിൽ തന്നെ എത്രയോ പ്രായമുള്ള ആളുകളെ ഇന്നത്തെ തലമുറ, പുതിയ തലമുറ ഫോളോ ചെയ്യുന്നല്ലേ. എത്രയോ പ്രായമുള്ള ആളുകളെ അവരെ റോൾ മോഡൽസായിട്ട് കാണുന്നു. അപ്പം സെക്കുലർ ഫീൽഡിൽ അത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആത്മീയ ഫീൽഡിൽ അത് പറ്റുകയില്ല? അപ്പം ഒരു വ്യക്തിക്കകത്ത് പ്രായമല്ല വിഷയം, ഒരു വ്യക്തിക്കകത്ത് ഒരു വ്യത്യസ്തതയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തലമുറയും അയാളെ ശ്രദ്ധിക്കും. അപ്പോൾ പ്രായമല്ല പ്രശ്നം, റോൾ മോഡൽസ് ഏത് പ്രായത്തിൽ നിന്നുള്ളവരെന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്ന മാതൃകകൾ ഇല്ലാതെ പോകുന്നു. ഇവിടെയാണ് ഒരു വലിയ ചലഞ്ച്. മാതൃകകൾ ഇല്ലാതെ പോകുന്നു. വേദപുസ്തകത്തിൽ അങ്ങനൊരു ചലഞ്ചുണ്ട് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമത്തിയോസ് 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ബി ആൻ എക്സാമ്പിൾ. തിമോത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുകയാണ്, ബി ആൻ എക്സാമ്പിൾ, മാതൃകയായിരിക്കുക. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വായിച്ചപ്പോൾ, അതേ അധ്യായത്തിൽ മുന്നോട്ട് വായിച്ചപ്പോൾ 14-ാം വാക്യമൊക്കെ എത്തിയപ്പോൾ അവിടെ ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? അവിടെ പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. പിന്നെ പറയുന്നത് നിൻ്റെ അഭിവൃദ്ധി സകല ലോകവും അറിയണം. നിൻ്റെ അഭിവൃദ്ധി സകല ലോകവും അറിയണം. നിന്നുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കല്. നിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നിൻ്റെ വളർച്ച. അപ്പോൾ ക്രിസ്തുവിൽ വളരുന്നത് പാപമാണോ? ഞാൻ ആത്മീക ശുശ്രൂഷ ആരംഭിച്ച എൻ്റെ ചെറിയ പ്രായത്തിൽ വളരെ യങ് ഏജിൽ കർത്താവിൻ്റെ സാക്ഷിയാകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പിരിച്വൽ ഒരു എക്സ്ട്രീമിൽ അങ്ങേ അറ്റത്തേക്ക് കയറിപ്പോകാനുള്ള കൊതി, വിശുദ്ധിയുടെ അപ്പുറം വിശുദ്ധി എൻജോയ് ചെയ്യുന്ന, പാപത്തെ ജയിക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്വഭാവം. അന്ന് ആ കാലഘട്ടത്തിൽ എനിക്കുള്ള ഒരു പ്രശ്നം എന്തായിരുന്നെന്നറിയാം? എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന്. എനിക്കുള്ളൊരു പ്രശ്നം, ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ അറിയും, പ്രസിദ്ധനാകും, ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. അത് പാപമാണ്, പ്രസിദ്ധനാകാൻ പാടില്ല, പാപമാണ്. അതുകൊണ്ട് ആളുകൾ ആരും എന്നെ അറിയണ്ട. എനിക്കെവിടെയെങ്കിലും പാത്തിരുന്നിട്ട് സന്ദേശം വിളിച്ചു പറയണം. പാത്തിരിക്കുക, സന്ദേശം വിളിച്ച്, എന്നെ ആരും കാണണ്ട. വില്യം ജെ സെയ്മൂറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പെന്റിക്കോസ്റ്റൽ ഉണർവിന്, അസൂസ സ്ട്രീറ്റ് ഉണർവിന് കാരണമായി തീർന്ന ദൈവദാസന വില്യം ജെ സെയ്മൂർ ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ അസൂസ സ്ട്രീറ്റിൽ ആ കുതിരലയത്തിൽ നടക്കുമ്പോൾ വലിയ ഹോളി സ്പിരിറ്റ് മൂവാണ് നടക്കുന്നത്. വില്യം ജെ സെയ്മൂർ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു എന്ന് തനിക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കാർട്ടൂൺ ബോക്സ് എടുത്തിട്ട് തലയെ കമഴ്ത്തി വെക്കും. എന്തിനു വേണ്ടിയാ? അദ്ദേഹത്തിന് ഫീൽ ചെയ്യുക, പീപ്പിൾ ആർ വാച്ചിങ് ഹിം, പീപ്പിൾ ആർ ഓൾ ഐസ് ആർ അപ്പോൺ ഹിം, എല്ലാ കണ്ണുകളും അവൻ്റെ മേലായി, അല്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ട്. എവിടെയാ? ലൂക്കോസ് വിശേഷത്തിലെ വാക്യമാണ്. എല്ലാ കണ്ണുകളും അവൻ്റെ മേൽ പതിച്ചു. യേശു സ്ക്രിപ്ചർ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ കണ്ണുകളും അവൻ്റെ മേലായി. അപ്പോൾ വായിക്കാൻ നിൽക്കുന്നവൻ്റെ മേൽ എല്ലാ കണ്ണുകളും വരും. അവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. പ്രവചിക്കാൻ നിൽക്കുന്നവൻ്റെ എല്ലാ കണ്ണുകളും വരും, അവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. പ്രസംഗിക്കാൻ നിൽക്കുന്നവൻ്റെ മേൽ എല്ലാ കണ്ണുകളും വരും, അവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. അപ്പോൾ വില്യം ജെ സെയ്മൂർ എന്ത് ചെയ്തു? ഒരു കാർട്ടൂൺ ബോക്സ് എടുത്തിട്ട് തല മടച്ചു വെച്ചിരിക്കുക. കാരണം എന്നെ ആരും കാണണ്ട, ഞാനല്ല ഫോക്കസ്.
എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഞാനങ്ങനെ ചിന്തിച്ചു, എന്നെ ആരും അറിയില്ല, ആളുകൾ നമ്മെ അറിയുന്നത് പാപമാണെന്ന് ഞാൻ ചിന്തിച്ചു. ആ കാലഘട്ടത്തിൽ എനിക്ക് ഒത്തിരി ചിന്തയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കാൻ വന്ന ദേവദാസനോട് ഞാൻ പറഞ്ഞു, അന്ന് കാലത്ത് എൻ്റെ ചിന്ത ചിരിക്കുന്നത് പാപമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഞാൻ ചിരിച്ചോണ്ടേ സംസാരിക്കത്തുള്ളൂ ഒട്ടുമുക്കാല സമയങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. ചിരി ഹൃദയത്തിലെ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമല്ലേ. ഇതിനെ നമ്മൾ ഒതുക്കുന്നത് പണ്ടായിരുന്നു കേട്ടോ. പണ്ട് എൻ്റെ ചിന്ത ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിരിക്കുക. ഞാൻ ഇടയ്ക്ക് എവിടെയോ 1-2 മീറ്റിങ്ങിൽ പറഞ്ഞു, സേവ്യർ ജെയിംസ് സാറ് പണ്ട് ICPFിൻ്റെ ക്യാമ്പിന് പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഈ പെന്തക്കോസ്തുകാരുടെ മുഖം കണ്ടാൽ, ആരാധനയ്ക്ക് ഇരിക്കുന്ന മുഖം കണ്ടാൽ കടന്നിൽ കുത്തിയ മുഖം പോലെ ഇരിക്കും, ഇങ്ങനെ പേടിച്ച് വീർത്ത് കെട്ടിയിരിക്കും. ദേ ആർ നോട്ട് എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസാന്നിധ്യം അവർക്ക് ആസ്വദിക്കാൻ കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കും അവർ. അതല്ല, കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അപ്പോൾ ആ കൺസെപ്റ്റ് ദൈവം മാറ്റി, എൻ്റെ ചിന്താഗതി ദൈവം മാറ്റി. അന്ന് എനിക്ക് ഒത്തിരി ചിന്താഗതികളുണ്ടായിരുന്നു. ഷർട്ട് ഇൻസേർട്ട് ചെയ്യത്തില്ല, ഷർട്ട് ഇസ്തിരി ഇടത്തില്ല, റബ്ബർ ചപ്പലേ ഇടത്തുള്ളൂ. നിങ്ങൾ ആ രൂപം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എനിക്ക് 21-22 വയസ്സൊക്കെ ഉള്ളപ്പം ഒരു അനുഭവമാണ്. എപ്പോഴും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അന്യഭാഷ, ട്രാവൽ ചെയ്യുമ്പോൾ അന്യഭാഷ. ദൈവം എന്നെ മനസ്സിലാക്കി തന്നു, അങ്ങനെയല്ല. ഈ വേഷങ്ങളിലുള്ള ഷർട്ട് ഇസ്തിരി ചെയ്യാത്തതല്ല വിശുദ്ധി, പൗഡർ ഇടാത്തതല്ല വിശുദ്ധി എന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ അലസനായി നടക്കുന്നതല്ല വിശുദ്ധി എന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രസിദ്ധനായാൽ അത് പാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചൊരു വാക്യമാണ് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ച വാക്യം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 1 തീമോഥെയോസ് 4:15 പറയുന്നു, സോ ദാറ്റ് എവരി വൺ മേ സീ യുവർ പ്രോഗ്രസ്. അതുകൊണ്ട് എല്ലാവരും നിൻ്റെ അഭിവൃദ്ധി കാണട്ടെ. നീ കർത്താവിന് വേണ്ടി ഷൈൻ ചെയ്യുന്നത്, ജ്വലിക്കുന്നത് എല്ലാവരും കാണട്ടെ. യേശുവിനെ ഒരുവൻ ചുമന്നാൽ ആ ചുമക്കുന്ന കഴുതയ്ക്ക് ഒരു മാന്യത കിട്ടും. അത് കഴുതയുടെ ഗുണമല്ല, യേശുവിനെ ചുമന്നത് കൊണ്ടാണ്. തണ്ടിന്മേൽ ഉയർത്തപ്പെട്ട വിളക്ക്, യേശുവാകുന്ന വിളക്കിനെ ഉയർത്തി നിർത്തുന്ന തണ്ടാണ് നീയെങ്കിൽ ആ തണ്ട് ആളുകൾ കാണും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ലോകം നമ്മെ അറിയുന്നു എന്ന് പറയുന്നത് തെറ്റല്ല, പാപമല്ല. അതുകൊണ്ട് അങ്ങനെ ആരും ഓടിയൊളിക്കണ്ട. പിന്നെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈ വചനം 1 തീമോഥെയോസ് 4:15 ഒന്നുകൂടെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പൗലോസ് അർത്ഥമാക്കിയത് നിൻ്റെ പ്രോഗ്രസ് സകല ലോകവും അറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ പ്രോഗ്രസ് അറിയുന്നവരൊക്കെ നിന്നാൽ ഇൻസ്പയർഡ് ആകട്ടെ എന്നാണ് പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ അർത്ഥം മനസ്സിലാക്കിയോ? നിൻ്റെ വളർച്ച കാണുന്നവർ നിൻ്റെ വളർച്ച കണ്ടിട്ട് അവർ പ്രചോദിതരാകണം, ഇൻസ്പയർഡ് ആകണം. തിമോത്തിയെ പോലെ എനിക്കാകണമെന്നവർ പറയണം. അതുകൊണ്ട് നിൻ്റെ വളർച്ച ലോകം അറിയട്ടെ. വളർച്ച എങ്ങനെ? ആത്മീക ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, കൃപാവരങ്ങളിൽ, ആരും പ്രാപിക്കാത്ത വെളിപ്പാടുകൾ പ്രാപിച്ച്, ആരും പറയാത്ത പ്രവചനദൂതുകൾ പറഞ്ഞ്, അസാധാരണ ശുശ്രൂഷയോട് തിമോത്തിയെ പോലെ ഒരു എക്സാമ്പിളായി മാറുന്ന 2 കാര്യങ്ങളിൽ. 12-ാം വാക്യത്തിൽ പറഞ്ഞു, നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്, നീ ഒരു മാതൃകയായി മാറുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ നീ ഒരു എക്സാമ്പിളായി മാറുക. പിന്നെ പറഞ്ഞു, നിൻ്റെ ശുശ്രൂഷയിൽ നിൻ്റെ അഭിവൃദ്ധി സകല ലോകവും അറിയട്ടെ, നീ ആളുകൾക്കൊരു പ്രചോദനമായി മാറട്ടെ. ഏത് വിഷയത്തിൽ? ആത്മിക ശുശ്രൂഷയിൽ. ഇന്ന് ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ തലമുറയിൽ റോൾ മോഡൽസ് കുറവാണ്. നമ്മുടെ തലമുറയിൽ തിമോത്തിയെ പോലെയുള്ള റോൾ മോഡൽസ് എഴുന്നേറ്റ് വരണം. ഇവിടെയൊക്കെ വിശുദ്ധിയിൽ എക്സാമ്പിളായി മാറുന്ന, പിന്നെ ഇവിടെ ശുശ്രൂഷയിൽ, കൃപാവരങ്ങളിൽ അസാധാരണ വെളിപ്പാട്, ദർശനവുമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഇനി ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ ബാക്കി ഭാഗം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ ചോദിച്ചു, പ്രസിദ്ധനാകുന്നത് പാപമാണോ? ഞാൻ പറഞ്ഞു, യേശുവിനെ ഒരുവൻ ചുമന്നാൽ നിങ്ങളെ ലോകമറിയും.
നിങ്ങളെ ലോകം അറിയേണ്ടത് നിങ്ങൾ മാതൃകയായി തീരുന്നത് കൊണ്ടാകണം. നിങ്ങളെ ലോകം അറിയേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയാകണം. പ്രസിദ്ധനാകാനുള്ള ഓട്ടമല്ല ക്രിസ്തീയ ശുശ്രൂഷ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് എൻ്റെ ആഗ്രഹം ആരും എന്നെ അറിയരുതെന്ന്. പക്ഷേ എന്നിലുള്ള യേശു വെളിപ്പെടുമ്പോൾ, അവൻ പ്രകാശിക്കുമ്പോൾ, അവൻ ശോഭിക്കുമ്പോൾ, അവൻ്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടുമ്പോൾ ലോകമെന്നെ അറിയും. അറിഞ്ഞാൽ തിമോത്തിയെപ്പോലെ ഞാനും നിങ്ങളും വിശുദ്ധിക്കും ശുശ്രൂഷയ്ക്കും മാതൃകകളായി മാറണം. കുറേ കാര്യങ്ങൾ തിമോത്തിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടെ പറയാം. ഞാൻ ആരംഭത്തിൽ ഇത് ഏത് തരത്തിലുള്ള തലമുറയാണ്, ഈ തലമുറ ഇടുന്ന പേരെന്താണെന്ന് ചോദിച്ചു. എക്സ് ജനറേഷൻ, വൈ ജനറേഷൻ, ഇസഡ് ജനറേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഈ തലമുറയ്ക്കിടുന്നൊരു പേര്, പെന്തക്കോസ്തിൻ്റെ പുതുതലമുറയ്ക്കിടുന്നൊരു പേര് തിമോത്തി ജനറേഷൻ എന്ന്. ജോഷുവ ജനറേഷൻ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ജോഷുവ ജനറേഷൻ്റെ കൺസെപ്റ്റ് എന്താ? ജോഷുവ ജനറേഷൻ്റെ കൺസെപ്റ്റ്, മോശ ഒരു തലമുറ ഇറക്കിക്കൊണ്ടുവന്നു, അവർ മരുഭൂമിയിൽ പട്ടുപോയി. മോശ പരാജയപ്പെട്ടു, മോശയുടെ കൂടെ ഇറങ്ങി അവർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ ജോഷുവയുടെ തലമുറ, അടുത്ത തലമുറ, ആ തലമുറ മരുഭൂമിയിൽ പട്ടുപോകുന്ന തലമുറയല്ല, കനാനിൽ കയറുന്ന കാലുവെക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ പുതിയ തലമുറയെക്കുറിച്ചുള്ള ശുഭകരമാകുന്ന ഒരു സന്ദേശം അതിനകത്തുണ്ട്. യേശുവ അല്ലെങ്കിൽ യേശുവിൻ്റെ തലമുറ, യേശുവായുടെ തലമുറ പരാജയപ്പെടുന്ന തലമുറയല്ല, വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുന്ന തലമുറയാണ് നമ്മുടെ തലമുറ. ന്യായപ്രമാണത്തിൻ്റെ തലമുറ പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെടാത്ത കൃപയുടെ പ്രമാണത്തിൻ്റെ യേശുവിൻ്റെ തലമുറ നിത്യതയിലെത്തുന്ന തലമുറ. ഈ ജോഷുവ ജനറേഷനെ പോലെ തന്നെ ഉള്ള ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറയെ നോക്കി എനിക്ക് പറയാനുള്ള ഒരു പേരാണ്, നിങ്ങൾ തിമോത്തിയുടെ തലമുറയാണ്. 2009 ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് എന്നോട് സംസാരിക്കുമ്പോൾ, ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഈ ദൂത് സംസാരിക്കുമ്പോൾ 2009 പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, തിമോത്തി പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറയാണ്. അമ്മ ലോവീസയിലും യൂനിക്കയിലും ഒക്കെ ഉണ്ടായ വിശ്വാസം മൂന്നാം തലമുറക്കാരനാകുന്ന തിമോത്തിയിലുണ്ടായെങ്കിൽ ശ്രദ്ധിക്കണമേ, ഞാൻ പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറയാണ്. എൻ്റെ വൈഫ് പെന്തക്കോസ്തിൻ്റെ 4ാം തലമുറയാണ്. എൻ്റെ വൈഫിൻ്റെ വഴിയിൽ എൻ്റെ മകൻ പെന്തക്കോസ്തിൻ്റെ 5ാം തലമുറയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ 3, 4, 5 തലമുറക്കാരൊക്കെ, കൊച്ചുമക്കളുടെ തലമുറക്കാരൊക്കെ ഒരു തിമോത്തിയുടെ ജനറേഷനാണ്. അപ്പോൾ അമ്മച്ചിക്കുണ്ടായിരുന്ന വിശ്വാസം തിമോത്തി വന്നപ്പോൾ നഷ്ടപ്പെട്ടില്ല. മറിച്ച് അവനൊരു എക്സാമ്പിളായി മാറത്തക്കവണ്ണം ഒരു കാലഘട്ടത്തിലെ സഭയെ, ഒരു ജനതയെ ഇൻസ്പയർ ചെയ്യത്തക്കവണ്ണം, അവൻ്റെ തലമുറയെ ഇൻസ്പയർ ചെയ്യത്തക്കവണ്ണം ദൈവനെ ഉപയോഗിച്ചു. എൻ്റെ ഒരു വിശ്വാസം പറയാം, എൻ്റെ ഒരു ആഗ്രഹം പറയാം, പെന്തക്കോസ്തിൻ്റെ 3, 4, 5 തലമുറയൊക്കെ ദൈവം ഈ കാലഘട്ടത്തിൽ അനേകരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോട് പറയുക, ഈ തിമോത്തിയോസിൻ്റെ ലേഖനം കുഞ്ഞുങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. പ്രത്യേകിച്ചും പുതിയ ശുശ്രൂഷകർ പഠിക്കണം. കാരണം ഇത് പുതുതലമുറയിലെ ശുശ്രൂഷകർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. അടുത്ത തലമുറയ്ക്ക് ശുശ്രൂഷ കൈമാറ്റം ചെയ്യുന്ന ഒരു ആത്മീക അനുഭവം അത്. ഹല്ലേലൂയ. 2 തിമോത്തിയോസിൻ്റെ ലേഖനമൊക്കെ, പ്രത്യേകിച്ച് 4ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, പൗലോസ് ഐ ഗിവ് യു ചാർജ് എന്ന് പറയുമ്പോൾ തിമോത്തിയോട് മാത്രമല്ലത് പറയുന്നത്, എൻ്റെ തലമുറ
സഭായുഗത്തിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറ എന്നോടുകൂടി അത് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ഓട്ടമേ തീർന്നുള്ളൂ, എൻ്റെ യുദ്ധമേ തീർന്നുള്ളൂ. സഭയുടെ ഓട്ടം തീർന്നില്ല, സഭയുടെ യുദ്ധം തീർന്നില്ല. അടുത്ത തലമുറയിൽ തിമോത്തിയെ നീ അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് തിമോത്തിയോട് പറയുക, ഐ ഗിവ് യു ചാർജ്, ഞാൻ നിന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഓട്ടക്കളത്തിലൊരു ബാറ്റൺ കൈമാറുന്നത് പോലെ അടുത്ത തലമുറയിലെ അഭിഷക്തൻ്റെ കയ്യിലേക്ക് തൻ്റെ ശുശ്രൂഷയുടെ പുതപ്പ് ഏലിയാവ് എങ്ങനെ ഏലീശയിലേക്ക് കൈമാറി, അതുപോലെ കൈമാറ്റത്തിൻ്റെ ഒരു പുസ്തകമാണ് തിമോത്തിയുടെ പുസ്തകം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യാദൃച്ഛികതയെന്ന് നിങ്ങൾക്ക് തോന്നാം. ഏലിയാവിൽ നിന്ന് ഒരു പുതപ്പ് ഏലീശയിലേക്ക് വന്നതുപോലെ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, നീ എൻ്റെ പുതപ്പും പുസ്തകവും കൊണ്ടുവരണം. അല്ലേ? യാദൃച്ഛികതയാണോ? അല്ല. ചരിത്രം പറയുന്നത് പൗലോസിൻ്റെ അവസാന ലേഖനം തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതി, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എന്നൊക്കെയാണ് താൻ ചില സന്ദർഭങ്ങളിൽ എഴുതിയിട്ടുള്ളത്. ദൈവം തനിക്ക് അറിവ് തന്നു, ഇന്ന ദിവസം നീ മരിക്കും. അങ്ങനെയൊക്കെയാണ് പൗലോസിൻ്റെ ജീവിതാനുഭവം. കർത്താവ് എനിക്ക് അറിവ് തന്നു. പിന്നെ മറ്റൊരു ഭാഗത്ത് അല്ലേ, ഈ വചനങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ പൗലോസിനറിയാം എന്നാണ് തൻ്റെ നിര്യാണകാലം. പറഞ്ഞു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അങ്ങനെ നിര്യാണകാലം അടുത്ത പൗലോസിൻ്റെ അടുക്കലേക്ക് തിമോത്തിയോസ് പുതപ്പും പുസ്തകവുമായി വരികയാണ്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, തിമോത്തിയോസ് അവിടെ എത്തുന്നതിന് മുമ്പ് പൗലോസ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പൗലോസ് ശിരച്ഛേദം ചെയ്ത് ചില മിനിറ്റുകൾക്കകം തിമോത്തി അവിടെ എത്തി. തിമോത്തി നിലവിളിച്ചു, ഒത്തിരി നിലവിളിച്ചു. കയ്യിൽ പുതപ്പും പുസ്തകങ്ങളുമുണ്ട്, കൈമാറാൻ പറ്റിയില്ല. പൗലോസിൻ്റെ പുതപ്പ് തിമോത്തിയുടെ കയ്യിൽ തന്നെ ഇരിക്കുക. യാദൃച്ഛികമാണോ? അല്ല. ഞാൻ ചിന്തിക്കുന്നു, ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് ഒരു പുതപ്പിൻ്റെ കൈമാറ്റം നടത്തിയെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ തലമുറയിലെ അഭിഷക്തന്മാർ ചെയ്ത ശുശ്രൂഷയുടെ ഒരു കണ്ടിന്യൂവേഷൻ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു തലമുറ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു തലമുറ അവർ ശുശ്രൂഷിച്ചു, ഭംഗിയായി ഓടി, ഭംഗിയായി യുദ്ധം ചെയ്തു, മരിച്ചു, തീർന്നു. അവരുടെ ശവസംസ്കാരത്തിന് ഫ്യൂണറലിൽ നിന്ന് സാധാരണ കേൾക്കുന്ന പ്രസംഗം, അച്ചായൻ ശക്തനായിരുന്നു, അച്ചായന് ശേഷം ഇനി ആരുമില്ല. അങ്ങനെയല്ലേ കേൾക്കുന്നത്? നമ്മൾ പറയും, അയ്യോ എന്തൊരു നേതാവായിരുന്നു കേട്ടോ, ഇനിയും ആരുമില്ല. നമ്മളിതെല്ലാം പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നതെന്നറിയാം, ആ നേതാവ് ഒരു ശക്തനായ നേതാവായിരുന്നു, ഇനി അതുപോലെ ഒരാളില്ല. അല്ല, ആ നേതാവ് ഒരു പരാജയമായിരുന്നു. എന്തുകൊണ്ട് പരാജയമായിരുന്നു? അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ പറ്റാത്ത ആത്മീക നേതൃത്വം പരാജയപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു നേതാവിന് ശേഷം അയാളെക്കാട്ടിലും ശക്തനായൊരു നേതാവ് അടുത്ത തലമുറയിൽ എഴുന്നേറ്റ് വന്നിട്ടില്ലെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല. ഞാൻ മൈൽസ് മൺട്രോയുടെ ഒരു പ്രഭാഷണം കേൾക്കുകയായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് എക്സാക്ട്ലി 1 വർഷം മുമ്പ് നടത്തിയ പ്രഭാഷണം. അദ്ദേഹം പ്രസംഗിച്ചു, ഈ സഭയിലൊരു നേതൃമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചു, ഞാൻ എൻ്റെ ബാറ്റൺ കൈമാറാൻ പോവുകയാണ്. ഞാൻ ആ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ കാലഘട്ടത്തിലാണ് റീനാഡ് ബോങ്കയുടെ ഒരു പ്രസംഗം കേട്ടത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതകാലം അവസാനിക്കാറായി, ഞാൻ ആ ബാറ്റൺ കൈമാറാൻ പോകുകയാണ്. 2016 2016 ബ്രസീലിൻ്റെ ക്യാപിറ്റലിൽ നടക്കുന്ന 24ാമത് ലോക പെൻറ്റിക്കോസ്റ്റൽ കോൺഫറൻസ്, 24ാമത് ലോക പെൻറ്റിക്കോസ്റ്റൽ കോൺഫറൻസ് ലൈവ് നടക്കുന്നു. 2016 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നൊന്നും ലൈവ് മീറ്റിംഗ് അത്ര പ്രചാരമില്ല, പക്ഷേ യൂട്യൂബിൽ ലൈവ് നടക്കുന്നു. ഞാൻ ആ മീറ്റിംഗ് കണ്ടു. ആ ഫുൾ കോൺഫറൻസ് ഞാൻ ലൈവിൽ അറ്റൻഡ് ചെയ്തു. കാരണം അന്ന് എനിക്ക് ഒത്തിരി സമയമുള്ള ഒരു കാലമായിരുന്നു. ലൈവ് ഫുൾ അറ്റൻഡ് ചെയ്തു. ബ്രസീലിൽ നടക്കുന്ന കോൺഫറൻസ്, റീനാഡ് ബോങ്കയുടെ പരസ്യ ശുശ്രൂഷകളിൽ അവസാനത്തെ ചില മീറ്റിങ്ങുകളിൽ ഒന്നാണത്. അദ്ദേഹം ആ മീറ്റിങ്ങിന് പറഞ്ഞു, ഞാൻ എൻ്റെ ബാറ്റൺ കൈമാറാൻ പോവുകയാണ്, അടുത്ത തലമുറയിലേക്ക് എൻ്റെ ബാറ്റൺ ഞാൻ കൈമാറാൻ പോവുകയാണ്. അദ്ദേഹം ലാസ്റ്റ് സെഷൻ ആർട്ടർ കോഡ് കൊടുത്ത് എല്ലാവരും വിളിച്ചു.
ജനക്കൂട്ടം മുഴുവൻ ഓടി സ്റ്റേജിനടുക്കലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത ജനറേഷൻ എൻ്റെ ബാറ്റൺ കൈമാറാൻ പോകുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ, ഹി വാസ് അറൗണ്ട് 80 years അറ്റ് ദാറ്റ് ടൈം, 80ഓളം വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാറ്റൺ കൈമാറാൻ പോകുകയാണ്, നിങ്ങൾക്ക് വന്ന് അടുത്ത തലമുറയ്ക്ക് അത് ഏറ്റെടുക്കാം. ബ്രസീലിലല്ല ഞാനിരിക്കുന്നത്, ഞാൻ അമേരിക്കയിൽ ന്യൂയോർക്കിലായിരിക്കുന്നത്. ന്യൂയോർക്കിൽ ഞാനിരുന്ന് കാണുന്ന കമ്പ്യൂട്ടർ PC-യുടെ മുമ്പിൽ കസേരയിൽ നിന്നിറങ്ങി ഞാൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ബ്രസീലിൽ പോകാൻ പറ്റുന്നില്ല, പക്ഷേ ഈ തലമുറയിലേക്ക് അഭിഷക്തന്മാരുടെ ഒരു കൈമാറ്റം നടക്കുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലൈവ് മീറ്റിങ്ങിൽ പോലും ദൈവശക്തി ഇറങ്ങും. അന്ന് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഈ സൂമൊക്കെ കണ്ട് കോവിഡ് കണ്ട ശേഷം നമുക്ക് മനസ്സിലായത് ലൈവ് മീറ്റിങ്ങിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. 2016 ഞാനവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞ്, കർത്താവേ, ഈ ലൈവ് മീറ്റിങ്ങിൽ ആ ബാറ്റൺ കൈമാറുമ്പോൾ അടുത്ത തലമുറ നീ ഉപയോഗിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എന്നെയും ഉപയോഗിക്കണമേ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത തലമുറയിൽ അസാധാരണ അഭിഷേകവുമായി ചില ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരണം. ഈ ദിവസങ്ങളിൽ ഞാൻ നല്ലതും ചീത്തയുമായ കാഴ്ചകൾ കാണുന്നു. നല്ല കാഴ്ച, ഗ്ലാഡ്സൺ രാജുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരുന്നു. അല്ല, നിങ്ങളിൽ ഓരോരുത്തരെ പോലെ, നിങ്ങളുടെ എല്ലാം പേര് ഞാൻ വിളിക്കുക, അവർ എഴുന്നേറ്റ് വരുന്നു. കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ച ശ്രദ്ധിച്ച് കേൾക്കണം. ശക്തിയുള്ള അസാധാരണ അഭിഷേകമുള്ള ചില ചെറുപ്പക്കാർ അവരുടെ അഭിഷേകത്തെ ദുരുപയോഗം ചെയ്യുന്നു. അയ്യോ, എന്തൊരു ശുശ്രൂഷയാണ് ദൈവം അവർക്ക് കൊടുത്തത്. പക്ഷെ ആ ശുശ്രൂഷ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് നന്നായിട്ട് അറിയത്തില്ല. അവരാ ശുശ്രൂഷയെ കോമാളി വേഷം കെട്ടി പ്രസിദ്ധിക്കും പണത്തിനും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. നല്ല ചെറുപ്പക്കാർ ദുരുപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല ചെറുപ്പക്കാർ, നല്ല ശുശ്രൂഷയുള്ളവർ. അപ്പം നമ്മൾ ചിന്തിക്കില്ല ആ ശുശ്രൂഷ ദൈവത്തിൻ്റേതല്ല. അങ്ങനെയൊന്നുമല്ല, ദൈവം കൊടുത്ത ശുശ്രൂഷയാണ്. പക്ഷേ ശുശ്രൂഷ കൊടുത്ത ശേഷം തന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിച്ച് തനിക്ക് കിട്ടിയ കൃപാവരത്തെ മറ്റു പലതിനും വേണ്ടി ഉപയോഗിച്ച് ഒരു കാലഘട്ടത്തെ ഇൻസ്പയർ ചെയ്യുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന, എക്സാമ്പിളായി മാറുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന ചെറുപ്പക്കാർ, അവർ ജനത്തെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു. ഇത് കാണാൻ ആഗ്രഹമില്ലാത്ത കാഴ്ച. ഞാനൊരു ദൈവദാസനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരായ ശുശ്രൂഷകൾ ദയവായി കേൾക്കണമേ. പ്രസിദ്ധനാകുന്നത് പാപമല്ല, പക്ഷേ പ്രസിദ്ധിക്ക് വേണ്ടി ഓടുന്നത്, ഹല്ലേലൂയ, അതത്ര നല്ലതല്ല. പ്രസിദ്ധിയല്ല നമ്മുടെ ലക്ഷ്യം. വില്യം ജെ സെയ്മൂർ ഒരു കാർട്ടൂൺ ബോക്സ് എടുത്ത് തല മൂടിയതുപോലെ മൂടി നിൽക്കണമെന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ ആളുകൾ കാണും. ഇന്നും വില്യം ജെ സെയ്മൂറിനെ കുറിച്ച് ആളുകൾ പറയുന്നു, നിങ്ങൾ പ്രസിദ്ധനാകും. പക്ഷെ അത് യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ്. ലക്ഷ്യം പ്രസിദ്ധിയാകരുത്, ലക്ഷ്യം പണമാകരുത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. എനിക്കൊരു വലിയ ചർച്ച വേണം. എന്തിനു വേണ്ടി? ഞാൻ ഫേമസ് ആകും, ഞാൻ വലിയ ആളാകും. ഇല്ല, അതായിരിക്കരുത് ലക്ഷ്യം. എൻ്റെ ശുശ്രൂഷയിൽ മരിച്ചവർ ഉയർക്കണം. എന്തിനു വേണ്ടി? പിന്നെ എൻ്റെ മിനിസ്ട്രി അങ്ങ് വളരും. അതാകരുത് ലക്ഷ്യം. വഴി തെറ്റിപ്പോകുന്നു, ലക്ഷ്യം തെറ്റിപ്പോകുന്നു. റോൾ മോഡൽസ് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. എക്സാമ്പിൾസ് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അനേകരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു തിമോത്തി ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. നിങ്ങൾക്ക് അത് ആകാൻ പറ്റുമോ? തിമോത്തിയെക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതി. എല്ലാവരും സ്വന്തം കാര്യം നോക്കുമ്പോൾ അവൻ എനിക്ക് പുത്രതുല്യന, അവൻ എനിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ കാര്യം നോക്കുകയാണ്. ഹീ ഈസ് ഹാവിങ് എ ജെനുവൻ കൺസേൺ അബൌട്ട് ദ ചർച്ചസ്. ജെനുവൻ, ആ പദം ശ്രദ്ധിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് സാക്ഷ്യം പറയുക, അവൻ ജെനുവൻ ആണെന്ന്. അവൻ ആളാകാൻ വേണ്ടിയല്ല, സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയല്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. ആഴത്തിലുള്ള സമർപ്പണത്തോട് എല്ലാവരും സ്വന്തം കാര്യം നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി നിൽക്കുക. നിങ്ങൾക്കതാകാൻ പറ്റുമോ? സ്വന്തം കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശുശ്രൂഷയിൽ തണ്ടിന്മേൽ ഒരു വിളക്കിനെ ഉയർത്തുമ്പോൾ തണ്ടിനെ ലോകം കാണും. അത് പാപമല്ല. പക്ഷേ ഹല്ലേലൂയ, തണ്ടിലേക്ക് ഫോക്കസ് വരരുത്. ഹല്ലേലൂയ. ലോകം കാണേണ്ടത് നീ ഉയർത്തിയിരിക്കുന്ന വിളക്കിനെയാണ്. കഴിവുള്ളിടത്തോളം
മറഞ്ഞിരിക്കുവാൻ ശ്രമിക്കുന്ന വില്യം ജെയിംസ് സെയ്മൂറിനെ പോലെ, തിമോത്തിയെ പോലെ, ഹല്ലേലൂയ, എന്നെയല്ല ഞാൻ കുറയണം അവൻ വളരണം എന്ന് പറയുന്ന ഒരു തലമുറ ശുശ്രൂഷകന്മാർ, അങ്ങനെ സമർപ്പണമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അസാധാരണ ദൈവപ്രവൃത്തി അവരിലൂടെ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുവാനിടയെത്തീരും. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ, ശക്തിയുള്ള കൃപയുള്ള ശുശ്രൂഷകന്മാർ വഴിതെറ്റിപ്പോകുന്നു. തെറ്റായ പാഠങ്ങൾ, തെറ്റായ വചനവ്യാഖ്യാനങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. അയ്യോ, സങ്കട കാഴ്ചകൾ, തെറ്റായ പ്രവണതകൾ, എന്തൊക്കെയാണ് കാണേണ്ടത്, കാണാൻ പാടില്ലാത്തത്. ഞാൻ വിമർശനം എൻ്റെ സ്വഭാവമല്ലാത്തത് കൊണ്ട്, ദൈവം എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. നമുക്ക് ശോധന ചെയ്യുക, എനിക്ക് ശോധന ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രവണത എനിക്കുണ്ടോ? പണത്തിന് വേണ്ടിയും പ്രസിദ്ധിക്ക് വേണ്ടിയും ഒക്കെ വചനത്തെ കോട്ടി മാറ്റി ഒക്കെ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഞാൻ ഈ കാര്യം കഴിഞ്ഞ ദിവസം ഒരു വളരെ സീനിയറായ ദേവദാസനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദേവദാസനെ ഇവർക്കൊക്കെ ഭയങ്കര ശുശ്രൂഷയാണ്, വലിയ കൃപാവരമാണ്, അച്ചട്ടായിട്ട് പ്രവചിച്ച് കളയും, പ്രവചനത്തിനൊന്നും തെറ്റില്ല, നല്ല കൃപാവരം. ഞാൻ ചോദിച്ചു, കർത്താവിൻ്റെ ദാസനെ പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ഇവരൊക്കെ ഒരു കാര്യത്തിൽ വലിയ ഗുണമുള്ളവരാ. ആരാന്നറിയാമോ? നമ്മുടെ തലമുറ, ചെറിയ തലമുറ. അവരുടെ ഗുണം, അവർ കരഞ്ഞ് വിളിച്ച് കർത്താവിൻ്റെ കാല് പിടിച്ച് കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ അവർ മിടുക്കന്മാരാണ്. യേശു അങ്ങനെ കേട്ടോ. ചിലർക്ക് 21-40 ഇരുന്നങ്ങ് പ്രാപിക്കും. ഇരുന്ന് കർത്താവിൻ്റെ കാല് പിടിച്ച് വേണമെങ്കിൽ കർത്താവിനെ ബ്ലാക്ക് മെയിൽ ചെയ്തും പ്രാപിച്ചു കളയും. കർത്താവിനെ ബ്ലാക്ക് മെയിൽ ചെയ്തും പ്രാപിച്ചു കളയും. ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് നീ എനിക്ക് തന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇനി ഒരു അല്ലേ ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം പിന്നെ കർത്താവ് കൊടുക്കും. അങ്ങനെയും പ്രാപിച്ചു കളയും. ശ്രദ്ധിച്ച് കേൾക്കണമേ. പിടിച്ചു മേടിച്ചു കളയും. നമ്മുടെ ഭാഷയിൽ പിടിച്ചു മേടിച്ചു കളയും. ബലാത്കാരണ കർത്താവിൽ നിന്ന് പ്രാപിക്കും. കൃപാവരങ്ങൾ പ്രാപിക്കും. കർത്താവേ, എനിക്ക് വെളിപ്പാട് വേണം, എനിക്ക് ദർശനം വേണം, എനിക്ക് കാണണം. 21-40 ഇരിക്കും. അവസാനം കർത്താവ് കൊടുക്കും. പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇനി അടുത്ത പടി എന്താ? ഈ കൃപാവരം ഉപയോഗിക്കാനുള്ള സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരണം. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വചനത്തിൻ്റെ അറിവിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വളർന്നു വരണം. അതില്ല. കരഞ്ഞ് കണ്ണുനീരൊഴിപ്പിച്ച് കൃപാവരം പ്രാപിച്ച് പിന്നെ ഈ കൃപാവരത്തെ അവരുടെ ജഡീക ആഗ്രഹങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ടൂളായി ഉപയോഗിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ സങ്കടത്തോട് ചില ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ വിവാഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശുശ്രൂഷയിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ശുശ്രൂഷയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ പോപ്പുലറാകും, ആളുകൾ നിങ്ങളെ അറിയും. തിമോത്തി, നീ ഒരു ചെറിയ ഹീറോ ആയിട്ട് മാറും. പക്ഷേ നീ സൂക്ഷിച്ചോണം. പെരിയ സ്ത്രീകളെ അമ്മമാരായിട്ടും ചെറിയ സ്ത്രീകളെ സഹോദരിമാരുമായിട്ടും കണ്ടോണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസബേൽ വന്നിട്ട് നിന്നെ കൊടുക്കും. ഇസബേലിൻ്റെ പണം കണ്ട്, ഇസബേലിൻ്റെ സൗന്ദര്യം കണ്ട് നീ പോയി കുടുങ്ങും. അവസാനം നിൻ്റെ ശുശ്രൂഷ കുട്ടിച്ചോടാക്കി കൈ തരും. പാടില്ല കേട്ടോ. യഹു ദൂരെ നിന്നൊരു ഭ്രാന്തനെ പോലെ ഓടിച്ചു വരുന്നത് കണ്ടിട്ട് കണ്ണെഴുതി കിളിവാതിൽ തുറന്ന് യഹുവിന് നേരെ പുഞ്ചിരിച്ച ഒരു ഇസബേലുണ്ട്. മറന്നു പോകരുത് ചെറുപ്പക്കാരെ. ശുശ്രൂഷയിൽ നിങ്ങളെ 10 പേരറിയുമ്പോൾ, ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വലിയ വേദികൾ കിട്ടുമ്പോൾ, പണമുള്ള സൗന്ദര്യമുള്ള ഒത്തിരി ആളുകൾ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊതിച്ച് നിങ്ങളുടെ പിന്നാലെ വരും. അബദ്ധം എന്താ പറ്റുന്നതെന്നറിയാം? അതൊക്കെ ദൈവം തന്ന അനുഗ്രഹമാണെന്നോർത്ത് ഹല്ലേലൂയ കയറിപ്പിടിക്കും നമ്മൾ. ശുശ്രൂഷ പോയി കിട്ടും, നല്ല കൃപാവരങ്ങൾ. പക്ഷെ ഭാവിയില്ല. ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഹിതമില്ലാതെ, ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ഒരു ചുവട് വെക്കുവാൻ പാടില്ല. താങ്ക് യു ജീസസ്. മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്ന് പറഞ്ഞപ്പോൾ മോശ വിട്ടത് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. മിസ്രൈമിലെ ധനമെന്ന് പറയുമ്പോൾ, മിസ്രൈമിൽ അവന് കിട്ടാവുന്ന എല്ലാ മാന്യതകളെന്ന് പറയുമ്പോൾ, മിസ്രൈമിൽ അവന് കിട്ടാവുന്ന മിസ്രൈമിയ സുന്ദരിമാരെന്ന് പറയുമ്പോൾ, അതൊക്കെ വിട്ടിട്ട് മോശയുടെ ഭാര്യയെക്കുറിച്ച് അറിയില്ലേ? മിരിയാമും അഹരോനും കുറേ വർഷങ്ങൾക്ക് ശേഷം കുശുകുശിത്തന്നല്ലേ?
മോശയുടെ ഭാര്യയുടെ സ്കിൻ കളർ പറഞ്ഞ് കളിയാക്കുന്ന അല്ലേ? എന്താ കാര്യം? വിട്ട കൂട്ടത്തിൽ അതെല്ലാം ഉണ്ടായിരുന്നു. ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ളൊരു സമർപ്പണത്തിൽ അഭിഷക്തൻ ഇറങ്ങിയപ്പോൾ അവനറിയാം ചിലത് വിടണമെന്ന്. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നാളെ നിങ്ങൾക്കൊരു അത്ഭുതമായി മാറണമെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന XYZ നിങ്ങൾ മോഡലാക്കരുത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം, അവർക്കൊക്കെ ആ പാസ്റ്ററെ പോലെ ഈ പാസ്റ്ററെ പോലെ പോപ്പുലറാകണം, വലിയ വേദി കിട്ടണം, വലിയ ചർച്ച ഉണ്ടാക്കണം, സെലിബ്രിറ്റിയായി മാറണം. സങ്കടമെന്ന് പറയാം. ഒരു മീറ്റിങ്ങിന് ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ശേഷം ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ മലയാളിയല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം എന്നോട് പറയുകയാണ്, പാസ്റ്റർ, യു നോ ദാറ്റ് പീപ്പിൾ കൺസിഡർ മീ ആസ് എ സെലിബ്രിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ, പാസ്റ്ററെ നിങ്ങൾക്കറിയാമോ, ആളുകൾ എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് കാണുന്നത്. കർത്താവേ, ഹല്ലേലൂയ. മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുപദേശി പാടിയതുപോലെ, അരക്കാശിനും വകയില്ലാതെ തലചായ്ക്കാനൊരിടമില്ലാതെ വഴിയമ്പലത്തിൽ ഹല്ലേലൂയ ജന്മഗ്രഹമാക്കിയ, കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് കയറിയ, കുതിരയെടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല കേട്ടോ, കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഇന്ന് ലക്ഷ്യം മറക്കുന്നു. ഹല്ലേലൂയ. ഗുരുവിന് വേണ്ടാത്തത് പലതും ഗുരു വേണ്ടെന്ന് പറയുന്നത് അതിൻ്റെ പിന്നാലെ ഓടുന്നു. അതാണ് മാതൃകയെന്ന് ചിന്തിക്കുന്നു. സങ്കടമെന്ന് പറയട്ടെ, അവരെ കൊണ്ട് ഒരന്ത്യകാല ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ കാലഘട്ടത്തിലും ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരു എലീശ വന്നെങ്കിൽ, ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിയോടൊരു എലീശ വന്നെങ്കിൽ, ഏലിയാവിനെ അയക്കുമെന്ന് ഒരു പ്രവചനമുണ്ടായി യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ യോഹന്നാൻ സ്നാപകൻ അതേ ആത്മാവോടുകൂടെ ശുശ്രൂഷിച്ചെങ്കിൽ, നമ്മൾ പാഠത്തിലെ ദീസ് ആർ ദ ഡേയ്സ് ഓഫ് എലീജ, ഈ കാലഘട്ടം യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പുള്ള കാലഘട്ടം, ഒരു 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 ഏലിയാവിൻ്റെ, ഒരു ഏലീശയുടെ ഇരട്ടി പങ്കോട്. ഏലിയാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസിൻ്റെ ആത്മാവല്ല കേട്ടോ. ഏലിയാവിൻ്റെ ഇരട്ടി പങ്കിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ മാത്രമല്ല വിശുദ്ധിയിലും ഇരട്ടി പങ്കുള്ള ഒരു തലമുറയുടെ കാലഘട്ടമാണിത്. ഒരു തിമോത്തി ജനറേഷൻ്റെ കാലഘട്ടം. എന്നെ കേൾക്കുന്ന എത്ര പഠിന്ന് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറയും, കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പേ ഏലിയാവിനെ പോലെ, ഒന്നാമത്തെ വരവിന് മുമ്പ് ഒരു യോഹന്നാൻ സ്നാപകൻ്റെ അകത്ത് കത്തിയ ഒരു വിശുദ്ധിയുടെ ഒരു അഗ്നി, ഹല്ലേലൂയ, അന്ത്യകാല സഭയ്ക്കകത്ത് എൻ്റെ അകത്തും ഒന്ന് കത്തണമെന്ന്, എന്നെ നീ ഉപയോഗിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ഏലിയാവൊക്കെ ഒരു ഭ്രാന്തൻ ശുശ്രൂഷയാണ് കേട്ടോ. ഒരു അന്ത്യകാല ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ശുശ്രൂഷയാണെന്ന്. യോഹന്നാനെ പോലെ അന്ത്യകാലത്തൊരു ഏലിയാവ് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ തലമുറയ്ക്കകത്ത് ഒരു അന്ത്യകാല ശുശ്രൂഷയുടെ, ഭ്രാന്തൻ ശുശ്രൂഷയുടെ ഒരാത്മാവ്. എത്ര പേർ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു പറയും, കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന്. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ആണ് നിങ്ങളുമായിട്ട് കൈമാറുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചെറിയ ശുശ്രൂഷകന്മാർ അവർ ശരിയായ ഡയറക്ഷനിൽ പോകണമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു നാളെ അവരൊരു അത്ഭുതമായി മാറണമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ തിമോത്തിമാരായി മാറണമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തിമോത്തിയുടെ ഒത്തിരി പ്രത്യേകതയുണ്ട്, ഇന്ന് പറയാൻ എനിക്ക് സമയമില്ല. തിമോത്തിയുടെ ഒത്തിരി പ്രത്യേകത. 16-ാമത്തെ വയസ്സിൽ പൗലോസിൻ്റെ കൂടെ മിഷണറി ടീമിൻ്റെ ഭാഗമായി, 21-ാം വയസ്സിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സഭ എഫെസോസ് സഭയുടെ മൂപ്പനായി 21-ാം വയസ്സിൽ. ഹല്ലേലൂയ. പൗലോസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിരുന്നു. പൗലോസിന് എവിടെയെങ്കിലും പോകാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ പൗലോസ് പറഞ്ഞു വിടുന്നത് തിമോത്തിയെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, പൗലോസിന് ചെയ്യാൻ പറ്റാത്തടത്ത് പൗലോസ് തിമോത്തിയെ പറഞ്ഞു വിടും. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, പൗലോസ് പറഞ്ഞു, ഞാൻ 1-2 വട്ടം തെസ്സലോനിക്കയ്ക്ക് വരുവാൻ ആഗ്രഹിച്ചു, സാത്താൻ എന്നെ തടഞ്ഞു. പൗലോസ് ഉപദേശിയെ സാത്താൻ തടഞ്ഞെന്ന്. അത്ര വലിയ പ്രഗത്ഭനാകുന്ന, ശക്തനാകുന്ന, വെളിപ്പാടുകളുള്ള, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, ആത്മിക നിലവാരത്തിൽ അസാധാരണതയുള്ള പൗലോസിനെ സാത്താൻ തടഞ്ഞു.
പക്ഷേ അടുത്ത അധ്യായത്തിൽ പൗലോസ് എഴുതി, 1 തെസ്സലോനി 3-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു സാത്താൻ തടഞ്ഞു ആരെ? പൗലോസിനെ. 3-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി, തീമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ ഞാൻ അയച്ചു, അവനവിടെ വന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഞാൻ ചോദിച്ചു, പൗലോസിനെ തടഞ്ഞ സാത്താൻ തീമോത്തിയെ തടയാൻ ശ്രമിക്കാതിരിക്കുമോ? ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തീമോത്തിയോസേ, നിന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് ചെറിയ സാധനമല്ല. എന്നെ തടഞ്ഞ സാത്താന് നിന്നെ തടയാൻ പറ്റാത്തവണ്ണം അസാധാരണമാകുന്ന ഒരു ശുശ്രൂഷ നിൻ്റെ മേലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, കഴിഞ്ഞ തലമുറയേക്കാൾ ശക്തന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരും. തിമോത്തി ജനറേഷൻ അങ്ങനെ കേട്ടോ. ശുശ്രൂഷയുടെ കൈമാറ്റം അടുത്ത തലമുറയിൽ ഉണ്ടായാൽ നാം നമ്മുടെ അടുത്ത തലമുറയെ പൗലോസ് ഡെവലപ്പ് ചെയ്തതുപോലെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യാത്ത നേതൃത്വം പരാജയമാണ്. എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ അല്ലേ, അച്ഛന് ശേഷം എനിക്ക് ശേഷം ലോകമില്ലടാ എന്നാൽ പലരുടെയും ധാരണ. അങ്ങനല്ല കേട്ടോ. ഞാൻ മരിച്ചാലും, എൻ്റെ ഓട്ടം തീർന്നാലും, എൻ്റെ യുദ്ധം തീർന്നാലും സഭ ഉണ്ട് ഈ ഭൂമിയിൽ. കഴിഞ്ഞ ദിവസം എനിക്കിഷ്ടമുള്ള പ്രസംഗം ജെനിസൺ ഫ്രാങ്ക്ലിൻ, അദ്ദേഹം പറഞ്ഞു, ഗവൺമെൻറ് മാറും, രാഷ്ട്രീയ പാർട്ടികൾ മാറും, രാജാക്കന്മാർ മാറും. ഹല്ലേലൂയ. 150-250 വർഷമൊക്കെ പഴക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ഇന്നുണ്ട്, നാളെ ഇല്ല. പക്ഷേ സഭയ്ക്ക് മാറ്റമില്ല. സഭ ഇന്നും കാണും, നാളെയും കാണും. സഭയെ എതിർക്കുന്ന രാജാക്കന്മാർ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. സഭ എന്നും കാണും. അഭിഷക്തന്മാർ മാറി വരും. ഇന്നുള്ളവർ നാളെ ഇല്ല. പക്ഷേ അടുത്ത തലമുറയിൽ അവരെക്കാൾ ശക്തന്മാർ എഴുന്നേറ്റ് വരും. തിമോത്തിയെപ്പോലെ പൗലോസിനെ തടഞ്ഞ സാത്താന് തടയാൻ പറ്റാത്ത അഭിഷേകവുമായി തിമോത്തിമാർ എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് പൗലോസ് ഓർത്ത്, പൗലോസിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. പൗലോസിന് പോകാൻ പറ്റാത്തടത്ത് വിടത്തക്കവണ്ണം പൗലോസിന് കോൺഫിഡൻസ് ഉള്ള അടുത്ത തലമുറയിൽ അഭിഷക്തന്മാർ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കതായി മാറണ്ടേ? മറ്റൊരു തെറ്റായ മാതൃകയും കാണണ്ട കേട്ടോ. വളർച്ചയെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പലതും പ്രഹസനമാണ്. അതല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് ഹല്ലേലൂയ, തിമോത്തിയെപ്പോലെ എക്സാമ്പിളായി മാറുന്ന, ഇൻസ്പിറേഷനായി മാറുന്ന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നമുക്ക് വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ. ജോബിനുണ്ടായിരുന്നു. ജോബിൻ ലീവായോ? ഓക്കെ. ജോബിൻ ജോർജ് പ്രാർത്ഥിച്ചട്ടെ മോനെ. സ്തോത്രം. താങ്ക് യു ജീസസ്.